ലോക സിനിമയുടെ അഭ്രപാളികളിൽ പ്രേക്ഷക ലക്ഷങ്ങളുടെ കോടിക്കണക്കിന് സിനിമ ആസ്വാദകരുടെ ഹൃദയത്തിലേക്ക് എന്നും എക്കാലത്തേക്കും എടുത്തു കയറ്റാവുന്ന ഒരു റെഫറൻസ് മൂവി. ഒരുപക്ഷെ ഈ വരാനിരിക്കുന്ന ഓസ്കാർ നോമിനേഷൻസിലൊക്കെയും തിളങ്ങി നിൽക്കാൻ സാധ്യതയുള്ള മലയാളത്തിൻ്റെ ഏറ്റവും മികച്ച ക്രാഫ്റ്റ് ആടുജീവിതം. ബ്ലസ്സി സംവിധാനം ചെയ്ത ബെന്യാമിൻ്റെ കഥയെ മലയാളി ഹൃദയത്തോട് ഏറ്റെടുത്ത 50ലേറെ പതിപ്പുകൾ പുറത്തിറങ്ങിയ ആടുജീവിതം എന്ന നോവലിൻ്റെ ചലച്ചിത്ര ദൃശ്യ ആവിഷ്കാരം. ഏറ്റവും വലിയ ചലഞ്ച് തന്നെ ഒരു നോവൽ സിനിമയാകുമ്പോൾ അത് എത്രമാത്രം ആ നോവലിനോട് നീതി പുലർത്തുന്നു എന്നുള്ളതാണെങ്കിൽ, നോവൽ വായിച്ചവർക്കും വായിക്കാത്തവർക്കും ഒരുപോലെ തീവ്രമായിട്ടുള്ളൊരു ജീവിത അനുഭവം കൊടുക്കുന്ന സിനിമയാണ് ആടുജീവിതം എന്ന് പറയാതെ വയ്യ. ഓരോ ഫ്രെയിമും മനോഹരം, എടുത്തു വച്ചിരിക്കുന്ന ഓരോ ഫ്രെയിമും. എങ്ങോട്ടേക്ക് ക്യാമറ തിരിച്ചാലും ഏത് തരത്തിൽ എങ്ങനെയൊക്കെ നമ്മളെ കാണിക്കാൻ ശ്രമിച്ചാലും അതിലൊക്കെ ദൃശ്യചാരുതയുടെ ഈ ദൃശ്യചാരുത ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ദൃശ്യഭംഗി അതല്ല, അതായത് ലൊക്കേഷൻ്റെ ഭംഗിയോ അങ്ങനെയൊന്നുമല്ല. ആ എടുത്തിരിക്കുന്ന ദൃശ്യത്തിനോട് അതിൻ്റെ കഥ പറച്ചിൽ രീതിയോട് താതാത്മ്യം പ്രാപിച്ചു നിൽക്കുന്ന അതിമനോഹരമായ വിഷ്വലൈസേഷൻ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആകട്ടെ, ഒറിജിനൽ മ്യൂസിക് ആകട്ടെ, എല്ലാം ലെജൻസ് ആണെന്ന് പറയേണ്ടി വരുമല്ലോ. AR റഹ്മാൻ്റെ സംഗീതം, പിന്നെ റസൂൽ പൂക്കുട്ടിയുടെ ശബ്ദ മിശ്രണം തുടങ്ങിയ അതിഗംഭീരമായിട്ടുള്ള ലെജൻസിൻ്റെ കളി. ബ്ലസ്സിയുടെ സംവിധാന മികവ് എന്ന് പറയുന്നത് മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഏറ്റവും മികച്ച സംവിധായകൻ്റെ നിരയിലേക്ക് അദ്ദേഹം കാലങ്ങൾ എത്രയോ മുമ്പ് വന്നു നിന്നതാണ്. ഇപ്പോൾ അദ്ദേഹം ലോകത്തിൻ്റെ മുമ്പിൽ ശ്രദ്ധേയനായൊരു സംവിധായകനായി മാറി എന്നത് ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും. മനുഷ്യൻ്റെ ഇമോഷൻസിനെയൊക്കെ വെച്ചിട്ട് വല്ലാണ്ട് ഹൃദയങ്ങളെ നിറച്ച് അത് കണ്ണുകളിലൂടെ മഴപ്പെയ്ത്താക്കി ഒഴുക്കുന്ന ആടുജീവിതം എന്ന മാജിക്. പൃഥ്വിരാജ് സുകുമാരൻ്റെ കരിയറിലെ ബെസ്റ്റ് എന്നത് എക്കാലവും അവകാശപ്പെടാൻ പറ്റുന്നൊരു സിനിമയായിരിക്കും ആടുജീവിതം. പൃഥ്വിരാജിനെ കാണാനില്ലെന്നേ. പൃഥ്വിരാജ് എന്ന നടൻ്റെ പല സിനിമകളിലും നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പൃഥ്വിരാജൻ എന്ന് പറയുന്ന ഒരു ആക്ടറെ നമുക്ക് അതിനകത്ത് ആ പൃഥ്വിരാജിൻ്റെ ഒരു അംശം എവിടേക്ക് കിടപ്പുണ്ട്. പക്ഷേ ഈ സിനിമയിൽ എങ്ങും തന്നെ നിങ്ങൾക്ക് പൃഥ്വിരാജിനെ കാണാനാവില്ല. പണ്ട് ഈ കിരീടം സിനിമയിൽ ലാലേട്ടൻ്റെ ഒരു സ്റ്റണ്ട് സീക്വൻസ് കഴിഞ്ഞിട്ടൊരു മാനറിസം ഇട്ടിട്ടുണ്ട്. അത് ആ കഥാപാത്രത്തിലേക്ക് അദ്ദേഹം അറിയാതെ വന്നപ്പോൾ ചെയ്തതാണെന്ന് അദ്ദേഹം പറഞ്ഞും കേട്ടിട്ടുണ്ട്. ഈ സിനിമയിൽ പൃഥ്വിരാജിൻ്റേതായിട്ടുള്ള അത്തരം മാനറിസങ്ങളുടെ റെഫറൻസുകൾ, പ്രത്യേകിച്ച് സ്പോയിലാകാതെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ സിനിമയുടെ അവസാന ഭാഗത്തേക്കൊക്കെ എത്തുമ്പോൾ പൃഥ്വിരാജ് അങ്ങ് അറിഞ്ഞഭിനയിച്ചിരിക്കുകയാണ്. അത് വല്ലാണ്ട് അത് നമ്മുടെ ഹൃദയത്തെ വല്ലാണ്ട് ഉലയ്ക്കും. അദ്ദേഹത്തിൻ്റെ ഓരോ മൈന്യൂട്ട് ആക്ഷൻസും ഒരു മൈക്രോ ആക്ടിങ് എന്ന് പറയുന്നൊരു ലെവലിലേക്കൊക്കെ വളരെ പോളിഷ്ഡായിട്ട് അദ്ദേഹം കടന്നു വരുന്നു എന്ന് പറയുന്നത് ഒരുപാട് ഇഷ്ടത്തോടെ, സന്തോഷത്തോടെ, അഭിമാനത്തോടെ ഓർത്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിൻ്റെ പ്ലോട്ടാണ്. അത് നമുക്ക് ആടുജീവിതം വായിച്ചിട്ടുള്ളവർക്കറിയാം. അതൊരിക്കലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാത്തൊരു നോവാണ് ആടുജീവിതം എന്ന നജീബ് എന്ന പ്രവാസിയുടെ ജീവിതം. ഇവിടെ നിന്ന് പതിയെ പറഞ്ഞ പോലെ മരുഭൂമിയിലേക്ക് ജീവിക്കാൻ പോയിട്ട് അക്ഷരാർത്ഥത്തിൽ മരുഭൂമിയിൽ പെട്ടുപോകുന്ന ഒരാളുടെ കഥ. ഒരു സർവൈവൽ ത്രില്ലറാണ്. അതിനെ ഒരു സിനിമയാക്കുമ്പോൾ ഉണ്ടാകുന്ന ചലഞ്ച് ഈ സർവൈവൽ ത്രില്ലർ അമ്മാതിരി തന്നെ ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു. പ്രത്യേകിച്ച് മഞ്ഞുമൽ ബോയ്സ് പോലൊരു സർവൈവൽ ത്രില്ലറിന് മലയാളി കൈയടിച്ചിട്ടിരിക്കാം. അത് കാട്ടിലൊരു ഗുഹയ്ക്കകത്താണ് സർവൈവ് ചെയ്യപ്പെടേണ്ടതെങ്കിൽ ഇവിടെ മരുഭൂമിയാണ്. എനിക്ക് വളരെ പേഴ്സണലി ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ നേട്ടം അതിൻ്റെ സംവിധാന മികവിൻ്റെ ഏറ്റവും ആദ്യ ഘട്ടം തന്നെ അവിടെ ഏറ്റവും മികച്ച കാസ്റ്റിംഗ് സംഭവിച്ചു എന്നുള്ളതാണ്. നജീബാകാൻ പൃഥ്വിരാജ് സുകുമാരനല്ലാതെ രൂപഭംഗി കൊണ്ടും രൂപത്തിൻ്റെ രീതി കൊണ്ടും യഥാർത്ഥ നജീബിക്ക് എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കുന്ന ഒരു ആക്ടർ വേണമെങ്കിൽ അത് പൃഥ്വിരാജ് സുകുമാരനല്ലാതെ മറ്റാരോ ആളില്ല. നമ്മൾ ജീവിക്കാത്ത ഓരോ കഥയും, നമ്മൾ കേട്ടറിഞ്ഞ ഓരോ കഥയും നമുക്ക് കെട്ടുകഥയാണ് എന്നത് ആടുജീവിതത്തിലൂടെ മലയാളി ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത, തലച്ചോറിലേക്ക് എല്ലായ്പ്പോഴും മുഴക്കുന്ന സെൻറ്റൻസുകളിലൊന്നാണ്. അത് സിനിമയിൽ ഏറ്റവും ഒടുവിലേക്ക് എത്തുമ്പോൾ എഴുതി കാണിക്കുമ്പോണ്ടല്ലോ നമ്മൾ അറിയാണ്ട് കൈയടിച്ചു പോകുന്ന ദൃശ്യഭംഗിയാണ്, ദൃശ്യചാരുതയാണ്, ദൃശ്യവിസ്മയമാണ് ആടുജീവിതം. എനിക്കതിനകത്ത് നെഗറ്റീവ് ഒന്നും പറയാൻ തോന്നാത്തതല്ല, നെഗറ്റീവ് ഒന്നുമില്ല. സ്വാഭാവികമായിട്ടും മറ്റേ റിവ്യൂവിൻ്റെയൊക്കെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് നെഗറ്റീവിനെ കുത്തിക്കയറ്റുന്ന റിവ്യൂവേഴ്സിനിടയിൽ എല്ലായ്പ്പോഴും കൗമുദി മൂവീസ് വ്യത്യസ്തമാകുന്നതും എന്താണോ ഞങ്ങൾ സ്ക്രീനിൽ കണ്ടത് അത് അക്ഷരാർത്ഥത്തിൽ നിങ്ങളേക്ക് പറയുന്നു എന്നുള്ളതുകൊണ്ടാണ്. മോശമാണ് കണ്ടതെങ്കിൽ നമുക്ക് മോശം പറയാൻ പറ്റുള്ളൂ. ഇതൊരു ചെറിയ സീക്വൻസ് പോലും 2 മണിക്കൂർ 55 മിനിറ്റിൽ ഒരു ചെറിയ ലാഗ് പോലും ഫീൽ ചെയ്യാണ്ട് നമ്മൾ ഏറ്റവും ആദ്യമേ സിനിമയിലേക്ക് അങ്ങ് ആവുകയാണ്. അതായത് സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു വലിയ മണൽക്കാറ്റോട് കൂടിയാണ്. വലിയൊരു മണൽ ചുഴലിക്കൊടുങ്കാറ്റ് വന്ന് അത് സ്ക്രീനിൽ നിന്നിറങ്ങി നമ്മുടെ മനസ്സിലേക്ക് അങ്ങ് കയറും. പിന്നെ അത് കഴിഞ്ഞ് ആ പൊടിക്കാറ്റിൻ്റെ ഒരു ഡിസ്ട്രാക്ഷനിലാണ് സിനിമയുടെ ഏറ്റവും ഒടുവിൽ വരെ നമ്മുടെ മനസ്സുണ്ടാവുക.
നജീബ് രക്ഷപ്പെടണമെന്നും നജീബ് രക്ഷപ്പെടുമോ എന്നുമുള്ള ചിന്തകൾ നമ്മളെ ഇങ്ങനെ മതിച്ചുകൊണ്ടേയിരിക്കും. അർബാബ് അല്ലെങ്കിൽ കഫീലായിട്ട് വരുന്ന അയാൾ വല്ലാത്തൊരു ശത്രുത നമ്മൾ പ്രേക്ഷകർക്ക് അയാളോട് തോന്നും. നായികയുടെ കുഞ്ഞിനോടൊക്കെ, ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ നമ്മളൊരു പക്ഷേ കൊതിച്ചെന്ന് വരും. ക്ലൈമാക്സിനോട് അടുപ്പിച്ച് ഈ കുഞ്ഞിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനൊരു മനസ്സിനകത്തൊരു തണുപ്പുണ്ട്. പൃഥ്വിരാജ് സുകുമാരൻ്റെ പെർഫോമൻസ്, ഒപ്പം അഭിനയിച്ചിരിക്കുന്ന ഓരോ ആർട്ടിസ്റ്റുകളുടെയും പെർഫോമൻസൊക്കെ അതിഗംഭീരം എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ക്യാമറയുടെ കാര്യത്തിനകത്ത് ഇതിനെ വെല്ലാൻ, അല്ലെങ്കിൽ ഈ സിനിമയെ ഇമാതിരി അല്ലാണ്ട് ഷൂട്ട് ചെയ്യാൻ മറ്റൊരു ക്യാമറ ടീമിനാകില്ല തന്നെ. എന്ത് വിഷ്വൽസാണ്! ആ വിഷ്വൽസിനെ അവരതിൻ്റെ ഒരു സത്വമുണ്ടല്ലോ, അതിൻ്റെ ഒരു കോർ എന്നൊക്കെ നമ്മൾ പറയുന്നത്, അതിൻ്റെ കോണ്ടൻറ്റ്, ആ കോണ്ടൻറ്റിനോട് ചേർന്ന് നിൽക്കുന്നത്. അതായത് സംവിധായകൻ്റെ കണ്ണുകളാണ് ക്യാമറമാൻ എന്ന് പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ ക്യാമറ കൃത്യമായി ബ്ലസ്സി എന്ന സംവിധായകൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് മിഴി തുറന്ന് വെച്ചിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല. മരുഭൂമിയൊക്കെ ഇത്ര ഭംഗിയായി മലയാളിക്ക് കണ്ടുകൊണ്ടിരിക്കാനാകുമെന്നുള്ളത്, ഇത്ര ഭംഗിയുള്ളൊരു മരുഭൂമിയിൽ ഇത്രമേൽ തീവ്രമായിട്ടുള്ളൊരു ദൃശ്യാവിഷ്കാരം മലയാളി ആദ്യമായിട്ടായിരിക്കും ഒരു മരുപ്പച്ചയുടെയൊക്കെ യഥാർത്ഥ വിഷ്വൽ കാണുന്നത്. എന്തോരം തിരിച്ചറിവുകളാണ് പിന്നെ സ്പോട്ട് ഡബ്ബിങ്. നമ്മൾ ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, സ്പോട്ടായിട്ട് ഇങ്ങനെ ഡബ്ബ് നടക്കുകയാണല്ലോ. റസൂൽ പൂക്കുട്ടി സാറാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ വളരെയേറെ പ്രാധാന്യം കൊടുത്ത് തന്നെ ചെയ്യുള്ളൂ. അതൊരു ലൈഫാണ് അതിന്. വല്ലാതെ ഇങ്ങനെ മേർജ് ചെയ്ത് കിടക്കുന്ന സിനിമയുടെ ഒരു കോർ കോൺസെപ്റ്റുമായിട്ടൊക്കെ ബ്ലെൻഡ് ചെയ്ത് കിടക്കുന്ന അതിഗംഭീരമായിട്ടുള്ള ശബ്ദ മിശ്രണവും ശബ്ദ സംവിധാനവും. പാട്ട് പടം കഴിഞ്ഞിറങ്ങി വന്നിട്ടും ഹൃദയത്തിൽ നിന്ന് പോകുന്നില്ല. പാട്ടിങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അത് പാടിയവർക്കും അതൊരുക്കിയ സാക്ഷാൽ AR റഹ്മാൻ എന്ന ലെജൻഡറി മ്യൂസിക് ഡയറക്ടർക്കൊക്കെ ഉൾപ്പെടെ നമ്മൾ അറിയാണ്ട് ഹൃദയം കൊണ്ട് ആശംസകൾ നേർന്നുകൊണ്ടേയിരിക്കും, കൈയടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ആടുജീവിതം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പ്രിയപ്പെട്ടവരെ. നമ്മളത് ഓൺലൈൻ വരാൻ കാത്തു നിൽക്കരുത്. ആടുജീവിതം എന്നത് ഈ വരുന്ന വീക്കെൻഡുകളിൽ നിങ്ങൾ മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട, മലയാളി എന്നതിൽ അഭിമാനിക്കാവുന്ന, നാളെ ഒരു കാലത്തൊരു ലോകരാജ്യത്തെ ഏതെങ്കിലും ഒരു സിനിമാ സംവിധായകനോ അല്ലെങ്കിൽ സിനിമാ പ്രേക്ഷകനോ ആയിട്ടോ നിങ്ങൾ കാണാനിടവരുകയോ അല്ലെങ്കിൽ ഒരു സിനിമയെക്കുറിച്ചുള്ള ചർച്ച നടക്കുകയോ ചെയ്യുമ്പോൾ ആടുജീവിതം എന്നൊരൊറ്റ സിനിമ കൊണ്ട് നിങ്ങൾക്ക് മലയാളിയെ ഓർമ്മിപ്പിക്കാൻ പറ്റുന്ന, നമ്മുടെ ഇൻഡസ്ട്രിയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താൻ പറ്റുന്നൊരു ഗംഭീര റെഫറൻസ് മൂവിയാണ് ആടുജീവിതം. തിയേറ്ററിൽ പോകണം, വിത്ത് ഫാമിലി പോകണം. മനോഹരമാണ്. ഒരൊറ്റ വാക്കിൽ ഇതൊരു സിനിമയല്ല, ഇതൊരുപാട് ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് പ്രവാസികളുടെ യഥാർത്ഥ ജീവിതത്തിനെ, അവരൊരു കാലഘട്ടത്തിൽ കടന്നുപോയ അനുഭവങ്ങളെ തീവ്രമായ ഭാഷയിൽ ചലച്ചിത്രമാക്കി ജീവിതമാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ്. ഈ ആഴ്ച ഉറപ്പായും തിയേറ്ററിലേക്ക് പോകൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ.